പാലക്കാട് ജില്ലാ RT ഓഫീസിലെ ഫ്യൂസ് ഊരി KSEB നവംബർ ഡിസംബർ മാസങ്ങളിലെ വൈദ്യുതി ബിൽ തുക കുടിശ്ശികയായതോടെയാണ് നടപടി. മൊബൈൽ ഫോൺ വെളിച്ചത്തിലാണ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത്. ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായുണ്ട്. ഷംന, ഇതെന്താണ് ഈ RT ഓഫീസിൽ ഈ വൈദ്യുതി ബിൽ അടയ്ക്കാതിരുന്നത്? KSEBയുടെ നടപടി ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇതിനുള്ള കാരണം? എന്താണ് ഉദ്യോഗസ്ഥർ പറയുന്നത്? ഇത് 1.5 ലക്ഷത്തിൽ അധികം രൂപ ഇപ്പോൾ കുടിശ്ശിക ആയതോടുകൂടിയാണ് KSEBയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഒരു നീക്കം വന്നിരുന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഇപ്പോൾ MVD ഓഫീസിൽ വൈദ്യുതി ഇല്ല. ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ AI ക്യാമറകളുടെ നിരീക്ഷണവും സാങ്കേതിക സംവിധാനങ്ങളും ഒക്കെ ഒരുക്കുന്ന ഈ വകുപ്പിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ജോലി ചെയ്യുന്നത് പോലും, ഇപ്പോൾ MVD ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് പോലും ഇപ്പോൾ ഈ മൊബൈൽ ഫോണിന്റെ വെട്ടത്തിലാണ്. ഈ 6 താലൂക്കുകളായി സ്ഥാപിച്ച 47ഓളം AI ക്യാമറകളുടെ നിരീക്ഷണവും സംവിധാനമൊക്കെ ഇതോടുകൂടി സ്തംഭിച്ചിട്ടുണ്ട്. എന്തായാലും 5 ഇലക്ട്രോണിക് വാഹനങ്ങളൊപ്പം തന്നെ ഈ കട്ടപ്പുറത്തായതോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളുടെ പ്രവർത്തനം നിശ്ചലമായിട്ടുള്ളത്. എന്തായാലും ഇതിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ കൃത്യമായി ഒരു മറുപടി MVD അല്പസമയത്തിനകം തന്നെ നമ്മളോട് വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവർ പറഞ്ഞു, എന്തുകൊണ്ടാണ് പൈസ അടയ്ക്കാതിരുന്നത്, അതിനുള്ള കാരണങ്ങൾ പറഞ്ഞു. അത് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി നമ്മളെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു വിശദീകരണം ഉടൻ തന്നെ MVDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിൽ 1.5 ലക്ഷത്തിലധികം കുടിശ്ശിക കടന്നതോടുകൂടിയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് KSEB കടന്നിട്ടുള്ളത്. ഇതോടുകൂടി പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമായി. ഇപ്പോൾ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ ഈ സംവിധാനം നടത്തിക്കൊണ്ടു പോവേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതെങ്ങനെ ഈ ബില്ല് അടക്കാൻ തയ്യാറാവാത്തതാണോ, എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള കാരണം എന്നതടക്കം ഇനി ഔദ്യോഗികമായി തന്നെ MVD വിശദീകരണം നൽകേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.